നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു മുഹൂർത്തമാണ് വിവാഹം, അല്ലേ? എന്നാൽ ആ നല്ല ദിവസം തന്നെ നമുക്ക് താങ്ങാനാവാത്തൊരു സാമ്പത്തിക ഭാരമായി മാറിയാലോ? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ്. ലളിതമായ വിവാഹ പരമ്പര. അപ്പോ നമ്മളിന്ന് പങ്കുവെക്കുന്ന ഈ ചിന്തകളെല്ലാം പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യയുടെ സാദിഗി ഭരെ വിവാഹം കി സത് പരമ്പര സബ് ഓർ ചൽ പടേ എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ളതാണ്. അതായത് ലളിതമായ വിവാഹങ്ങളുടെ നല്ല പാരമ്പര്യം എല്ലായിടത്തും എത്തട്ടെ എന്ന്. ആ പുസ്തകത്തിലെ അറിവുകൾ നമുക്കൊന്ന് ലളിതമായി മനസ്സിലാക്കാൻ ശ്രമിക്കാം. ശരി, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു യാത്ര എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഈ ആഘോഷങ്ങൾ എങ്ങനെയാണൊരു പ്രതിസന്ധിയാകുന്നതെന്ന് നമ്മൾ കാണും. പിന്നെ ഈ പൊങ്ങച്ചത്തിന് നമ്മൾ കൊടുക്കുന്ന വില എന്താണെന്ന് മനസ്സിലാക്കും. അതിനുശേഷം ലാളിത്യത്തിന്റെ വഴിയിലൂടെ സഞ്ചരിച്ച് ഒരു തലമുറയ്ക്കെടുക്കാവുന്ന പ്രതിജ്ഞയെക്കുറിച്ചും അവസാനം വിവാഹത്തിന്റെ യഥാർത്ഥ പവിത്രമായ അടിത്തറയെക്കുറിച്ചും സംസാരിക്കും. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ഭാഗം, ആഘോഷങ്ങളുടെ പ്രതിസന്ധി. എങ്ങനെയാണ് ഇത്രയും പവിത്രമായി കാണേണ്ട ഒരു ബന്ധം വെറുമൊരു കൊടുക്കൽ വാങ്ങലായി മാറിയത്? നമുക്ക് അവിടെ നിന്ന് തന്നെ തുടങ്ങാം. നമ്മളെല്ലാവരും ഒന്നും മനസ്സിലിരുത്തി ചിന്തിക്കേണ്ട ഒരു ചോദ്യമാണിത്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷങ്ങൾ തന്നെയാണോ നമുക്ക് ഏറ്റവും വലിയ ഭാരങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നത്? ഇതിന്റെ ഉത്തരം നമ്മുടെ സമൂഹത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ ശരിക്കും വരച്ചുകാട്ടും. ഈ പ്രശ്നത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതിന് രണ്ടു വശങ്ങളുണ്ട്. ചില സമൂഹങ്ങളിൽ മകളെ വിവാഹം കഴിപ്പിച്ചയക്കാനായി ഒരു കുടുംബം അവരുടെ ജീവിതകാലം മുഴുവൻ കടക്കാരനായി മാറുന്നു. എന്നാൽ മറ്റു ചിലയിടത്തോ അവിടെ പഠിപ്പിച്ചു വലുതാക്കിയ മകനെ ഒരു വിൽപ്പന ചരക്ക് പോലെ കണ്ട് വലിയ സ്ത്രീധനം വാങ്ങി മറ്റേ കുടുംബത്തെ തകർക്കുന്നു. എവിടെ നോക്കിയാലും ഇതൊരു ചൂഷണമാണ്, നമ്മുടെ സമൂഹത്തിൽ ആഴത്തിൽ വേരുപിടിച്ച ഒരു രോഗം. ഇതിലെ ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ കഷ്ടപ്പെട്ടു വാങ്ങുന്ന പണം കൊണ്ട് ആർക്കും ഒരു ഗുണവുമില്ല എന്നതാണ്. പുസ്തകത്തിൽ പറയുന്ന പോലെ ഇതൊരു ആനന്ദമില്ലാത്ത പാപമാണ്. ഒരു പടക്കം കത്തിത്തീരുന്നതുപോലെ ആ പണം മുഴുവൻ കത്തിത്തീരും. അവസാനം വാങ്ങിയവന്റെ കയ്യിലും ഒന്നുമില്ല, കൊടുത്തവന്റെ കയ്യിലും ഒന്നുമില്ല. ഇനി നമുക്ക് രണ്ടാമത്തെ ഭാഗത്തേക്ക് പോകാം. പ്രൗഢിയുടെ വില. സമൂഹത്തിന് മുന്നിൽ ഗമ കാണിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന യഥാർത്ഥ വില എന്താണ്? ഈ ആഡംബരം നമ്മുടെ ജീവിതത്തിലുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എത്രത്തോളം വലുതാണെന്ന് നോക്കാം. ഈ കണക്ക് കേട്ടാൽ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോവും. ഒരു സാധാരണ മനുഷ്യൻ അയാളുടെ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്നതിന്റെ ഏകദേശം മൂന്നിലൊരു ഭാഗം, അത്രയും വലിയ തുകയാണ് വെറും ഒരു ദിവസത്തെ ആഘോഷത്തിനു വേണ്ടി നമ്മൾ പാഴാക്കി കളയുന്നത്. ഇത് വെറും പണം പോകുന്നൊരു കേസ് മാത്രമല്ല. മക്കളുടെ നല്ല വിദ്യാഭ്യാസത്തിന് അല്ലെങ്കിൽ പെട്ടെന്നൊരു അസുഖം വന്നാൽ ചികിത്സിക്കാൻ ഇതിനൊക്കെ വേണ്ട പൈസയാണ് ഈ ഒരൊറ്റ ദിവസം കൊണ്ടില്ലാതാവുന്നത്. ഇത് തലമുറകളെ പിന്നോട്ട് വലിക്കുന്ന ഒരു വലിയ കെണിയാണ്. സാമ്പത്തിക നഷ്ടത്തേക്കാൾ എത്രയോ വലുതാണ് മനസ്സിലുണ്ടാവുന്ന മുറിവുകൾ. പുറമെ എല്ലാവരും ചിരിക്കുമായിരിക്കും, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ വേദനയുടെയും നിസ്സഹായതയുടെയും ഒരു തീ എരിഞ്ഞുകൊണ്ടേയിരിക്കും. ആ കൈപ്പേറിയ ഓർമ്മകൾ ജീവിതകാലം മുഴുവൻ ആ ബന്ധങ്ങളെ വേട്ടയാടും. അപ്പോൾ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ കേട്ട് പേടിക്കണ്ട. ഇതിന് വളരെ മനോഹരമായൊരു പരിഹാരമുണ്ട്. അതാണ് മൂന്നാമത്തെ ഭാഗം, ലാളിത്വത്തിന്റെ പാത. അന്തസ്സും അർത്ഥവുമുള്ള ബന്ധങ്ങൾക്ക് നമുക്ക് ലാളിത്വത്തിന്റെ വഴി തിരഞ്ഞെടുക്കാം. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. സമൂഹം മൊത്തത്തിൽ മാറാനായി നമ്മൾ കാത്തിരിക്കേണ്ട കാര്യമില്ല. യഥാർത്ഥ മാറ്റം തുടങ്ങുന്നത് ഒറ്റയൊരു ധീരമായ തീരുമാനത്തിൽ നിന്നാണ്. അതെ, അത് നിങ്ങളിൽ നിന്നാണ് തുടങ്ങേണ്ടത്. മറ്റുള്ളവരെന്തു വിചാരിക്കുമെന്ന് പേടിച്ച് മാറി നിൽക്കരുത്. ഹനുമാൻ മറ്റുള്ളവർക്കു വേണ്ടി കാത്തുനിൽക്കാതെ സ്വന്തം ശക്തി ഉപയോഗിച്ച് മുന്നോട്ടു പോയതുപോലെ നമ്മൾ ധൈര്യത്തോടെ ആദ്യത്തെ ചുവടുവയ്ക്കണം. നമ്മുടെ ആ പ്രവൃത്തി അത് മറ്റുള്ളവർക്ക് വലിയൊരു പ്രചോദനമാകും. ശരി, അപ്പോ ഈയൊരു നല്ല ആശയം എങ്ങനെ നമുക്ക് പ്രാവർത്തികമാക്കാം? അതാണ് നാലാമത്തെ ഭാഗം, ഒരു തലമുറയുടെ പ്രതിജ്ഞ. മാറ്റത്തിനു വേണ്ടി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. ഇതൊരു ഒറ്റയാൾ പോരാട്ടമല്ല, ഇതൊരു കൂട്ടായ മുന്നേറ്റമാണ്. ചെറുപ്പക്കാർ ലളിതമായ സ്ത്രീധനമില്ലാത്ത വിവാഹത്തിന് പ്രതിജ്ഞയെടുക്കുന്നു. മാതാപിതാക്കൾ അവർക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നു. സമൂഹം അവർക്ക് വേണ്ട സഹായം നൽകുന്നു. അങ്ങനെ ഓരോ ലളിതമായ വിവാഹവും മറ്റുള്ളവർക്കൊരു മാതൃകയായി മാറുന്ന ഒരു വലിയ ശൃംഖല. അപ്പോ എന്താണൊരു പവിത്രമായ വിവാഹം? അത് പണം കാണിക്കാനുള്ള ഒരു അവസരമല്ല. വലിയ ഘോഷയാത്രകളോ സമ്മാനങ്ങളുടെ കെട്ടുകാഴ്ചകളോ സ്ത്രീധനമോ ഇല്ലാതെ ദമ്പതികൾക്ക് ലളിതമായി വസ്ത്രങ്ങൾ കൈമാറാം, സ്നേഹത്തിന്റെ അടയാളമായ ഒരു ചെറിയ മോതിരവും. ഇവിടെ പ്രധാനം പ്രകടനത്തിനല്ല, പരസ്പരമുള്ള സ്നേഹത്തിനും പ്രതിബദ്ധതയ്ക്കുമാണ്. അവസാനം നമ്മൾ ഈ യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്കെത്തുകയാണ്, പവിത്രമായ അടിത്തറ. നമുക്കൊരു നിമിഷം വിവാഹത്തിന്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് ഓർത്തെടുക്കാം. വിവാഹമെന്ന് പറഞ്ഞാൽ അതൊരു സാമൂഹിക കരാർ മാത്രമല്ല. അത് രണ്ട് ആത്മാക്കൾ ഒന്നായി ചേരുന്ന ഒരു പുണ്യകർമ്മമാണ്. രണ്ട് വ്യക്തികളുടെ ജീവിതയാത്രകൾ ഒന്നായിത്തീരുന്ന ഒരു പുതിയ ജന്മം.
അതാണ് വിവാഹത്തിന്റെ യഥാർത്ഥ സത്ത. നോക്കൂ, നമ്മുടെ മുന്നിൽ 2 വഴികളുണ്ട്. ഒന്ന് പൊങ്ങച്ചത്തിന്റെയും അത്യാഗ്രഹത്തിന്റെയും വഴി. അത് തുടങ്ങുന്നത് തന്നെ കയ്പിലാണ്, പിന്നെ അത് സംഘർഷം നിറഞ്ഞൊരു ജീവിതത്തിലേക്ക് നയിക്കുന്നു. എന്നാൽ മറ്റേത് ലാളിത്യത്തിന്റെയും അനുഗ്രഹത്തിന്റെയും വഴിയാണ്. അത് തുടങ്ങുന്നത് നന്മയിലാണ്, അത് സമാധാനവും സന്തോഷവുമുള്ള ഒരു ജീവിതം നമുക്ക് തരുന്നു. അപ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം, നമ്മുടെ പുതിയ ജീവിതം തുടങ്ങേണ്ടത് അത്യാഗ്രഹത്തിന്റെ വിഷം കൊണ്ടാണോ അതോ അനുഗ്രഹങ്ങളുടെ അമൃതുകൊണ്ടാണോ? ഈ തിരഞ്ഞെടുപ്പ് പൂർണ്ണമായും നമ്മുടേതാണ്. സന്തോഷമുള്ളൊരു ജീവിതം കെട്ടിപ്പടുക്കുന്നത് ഒരിക്കലും പണം കൊണ്ടോ പ്രൗഢി കൊണ്ടോ അല്ല. അത് അന്തസ്സും പരസ്പരമുള്ള അർപ്പണബോധവും കൊണ്ടാണ്. ആ വലിയ മാറ്റം തുടങ്ങേണ്ടത് നിങ്ങളിൽ നിന്നാണ്. നന്ദി.